മോദി സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ വിവിധ തൊഴിലാളി സംഘടനകളും കർഷക സംഘടനകളും നടത്തുന്ന പൊതുപണിമുടക്ക് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. സമ്മിശ്ര പ്രതികരണമാണ് ഈ പണിമുടക്കിന് ഇതുവരെയായി ലഭ്യമായിട്ടുള്ളത്. നമ്മളോടൊപ്പം ഇപ്പോൾ ബിജു കൃഷ്ണൻ ചേരുകയാണ്. ഇന്ന് ഇന്ത്യയിലെ തൊഴിലാളികളും കർഷകരും കർഷക തൊഴിലാളികളും ഈ പൊതുപണിമുടക്കിൽ വലിയ രീതിയിലാണ് പങ്കെടുക്കുന്നത്. കർഷകരുടെയും തൊഴിലാളികളുടെയും അവകാശങ്ങൾ തട്ടിയെടുക്കുന്ന രീതിയിൽ നയങ്ങൾ നടപ്പിലാക്കുന്ന മോദി സർക്കാരിനെതിരെ വലിയ പ്രദർശനങ്ങളാണ് എല്ലാ സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി സെക്ടർ, കോൾ സെക്ടർ, പെട്രോളിയം സെക്ടർ, ഇതൊക്കെ പൂർണ്ണമായ സ്ട്രൈക്കായിരുന്നു ഇന്ന് നടന്നിരിക്കുന്നത്. കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടന ഉൾപ്പെടെ ഈ സമരത്തിന്റെ ഭാഗമാണ്. തൊഴിലാളി ഐക്യം കൂടുതൽ ശക്തമാക്കുന്ന പ്രവർത്തനങ്ങൾ ഇനിയുണ്ട്. തീർച്ചയായിട്ടും ഈ സമരത്തിൽ നമ്മൾ കാണുന്നത് തൊഴിലാളി ഐക്യം മാത്രമല്ല, തൊഴിലാളി കർഷക ഐക്യം കൂടിയാണ്. കേന്ദ്രീയ ട്രേഡ് യൂണിയൻ, സെൻട്രൽ ട്രേഡ് യൂണിയൻസും സംയുക്ത കിസാൻ മോർച്ചയും യോജിച്ച് നടത്തുന്ന ഒരു സമരമാണിത്. ഇത് ഒരുപക്ഷെ മുമ്പ് ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ഒരു തൊഴിലാളി കർഷക ഐക്യം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഡൽഹിയിൽ നിന്നും സ്റ്റീഫൻ മാത്യുവിനൊപ്പം ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.